SK9 മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ഓഗസ്റ്റ് 16 രാത്രിയോടെ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 17 വരെയുള്ള സൂര്യൻ്റെ സഞ്ചാരം കൊണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള അനുകൂലവും പ്രതികൂലമായ ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുലാക്കൂറിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങൾ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഇന്ന് പറയുന്നത്. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങം രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ തൃപ്തികരമായ ഭക്ഷണം, ശയനസുഖം, വിശേഷ വസ്ത്രലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി വിരോധമുണ്ടാവാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാം. മനോവിഷമവും സ്വജനവിരഹവും വന്നു ചേരും. പല വിധത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 15 വരെയുള്ള കന്നിരാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ കോപം മൂലം ദുരിതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശത്രുക്കളെ കൊണ്ടും രോഗം കൊണ്ടും വിഷമിക്കും. രത്നാഭരണങ്ങൾ ലഭിക്കാനിടയുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ അംഗീകാരം ലഭിക്കും. ഇഷ്ടവസ്തുക്കൾ ലഭിക്കും. ഒക്ടോബർ 17 മുതൽ നവംബർ 15 വരെയുള്ള തുലാം രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വിലയുണ്ടാകും. സാമ്പത്തിക നേട്ടമുണ്ടാകും. വസ്ത്രലാഭം പ്രതീക്ഷിക്കാം. ജീവിതം സന്തോഷകരമായിരിക്കും. ശയനസുഖമുണ്ടാവും. സമ്മാനങ്ങൾ ലഭിക്കാം. നവംബർ 16 മുതൽ ഡിസംബർ 15 വരെയുള്ള വൃശ്ചിക മാസത്തിൽ ഭയം, ഉദരരോഗം എന്നിവ ഉണ്ടാകും. ആരോടും തർക്കത്തിന് പോകരുത്. അധികാരികളുടെ കോപത്തിനിരയാകാതെ സൂക്ഷിക്കണം. സാമ്പത്തിക നേട്ടമുണ്ടാവും. ഭൂമി വാങ്ങിക്കാൻ പറ്റിയ സാഹചര്യമുണ്ടാവും. ബന്ധുജനങ്ങളുടെ സഹകരണവും ഐശ്വര്യവും ഉണ്ടാവും. ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള ധനുമാസത്തിൽ ധനലാഭം, പുത്രലാഭം, ബന്ധുഗുണം, ഗുരുജനങ്ങളിൽ നിന്ന് സന്തോഷം എന്നിവ ഉണ്ടാകും. രോഗം വരാതെ ശ്രദ്ധിക്കണം. സ്ത്രീ സുഖാനുഭവങ്ങൾക്ക് തടസ്സം നേരിട്ടേക്കാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള മകരമാസത്തിൽ ബന്ധുപ്രാപ്തി, സാമ്പത്തിക നേട്ടം എന്നിവയുണ്ടാകും. കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. ബുദ്ധിയും വാക്സാമർത്ഥ്യം കൊണ്ട് കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കും. ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള കുംഭമാസത്തിൽ രോഗനാശവും ശത്രുനാശവും ഉണ്ടാകും. മോഹങ്ങൾ നിയന്ത്രിക്കണം. ചിലവ് വർദ്ധിക്കും. സ്ത്രീകളെ കൊണ്ട് ഉപദ്രവം വരാതെ ശ്രദ്ധിച്ചു പെരുമാറണം. കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെയുള്ള മീനമാസത്തിൽ വയറുവേദനയും ദീനതയും ബുദ്ധിമുട്ടിക്കും. ശയനസുഖം, വസ്ത്രലാഭം എന്നിവ ലഭിക്കും. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും കലഹം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. തീയുമായി സൂക്ഷിച്ചിടപെടണം. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ ശ്രദ്ധ വേണം. അന്യദേശങ്ങളിൽ സഞ്ചരിക്കാൻ ഇടവരും. സ്വജനവിരഹം അനുഭവപ്പെട്ടേക്കാം. ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള മേടമാസത്തിൽ രോഗങ്ങളും കലഹങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദുഃഖമുളവാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. അധികാരികളുമായി ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം. മനസമാധാനം നഷ്ടപ്പെടാനിടവരും. സൽക്കർമ്മങ്ങൾക്ക് തടസ്സം നേരിടും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കും. ഉപജീവനത്തിന് കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള ഇടവമാസത്തിൽ ഭാര്യാസുഖം, വസ്ത്രലാഭം, ധനലാഭം, പുത്രസുഖം, മനസുഖം, സാമർത്ഥ്യം എന്നിവയുണ്ടാകും. അന്യദേശത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുള്ള മിഥുനമാസത്തിൽ പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തില്ല. മാനസിക വിഷമം വരാനിടയുണ്ട്. ശത്രുക്കൾക്ക് നാശവും സ്ത്രീ സുഖവും ലഭിക്കും. വീടിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കും. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള കർക്കിടക മാസത്തിൽ ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യും. സൗഖ്യമുണ്ടാവും. പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കാര്യങ്ങൾ നടക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാവും. ആഹാരസുഖവും ശയനസുഖവും ലഭിക്കും. പൊതുവെ കർക്കിടക മാസം ഈ നക്ഷത്രക്കാർക്ക് നന്നായിരിക്കും. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കുള്ള ഫലമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.